ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള 5th ചാപ്റ്റർ വീഡിയോ ആണ്. അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു ബാക്ടീരിയ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ലെവലുള്ള ഡിഫൻസ് മെക്കാനിസമാണ് പ്രൈമറി ലെവൽ. പ്രൈമറി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത് സലൈവയിൽ കാണുന്ന ലൈസോസോം, പിന്നെ നമ്മുടെ കണ്ണിലുള്ള ടീയേഴ്സിലുള്ള ലൈസോസോം, പിന്നെ മ്യൂക്കസ്, ഇയർ വാക്സ്, സെബം, സ്വെറ്റ്, പിന്നെ നമ്മുടെ സ്റ്റൊമക്കിൽ കാണുന്ന HCl, ട്രക്കിയയിൽ കാണുന്ന സീലിയ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്കിലും യൂറിനറി ട്രാക്കിലൊക്കെ കാണുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസസ്, പിന്നെ നമ്മുടെ യൂറിനിൽ കാണുന്ന ലൈസോസോം. ഇതൊക്കെ എന്താണ് പ്രൈമറി ലെവൽസ് ഓഫ് ഡിഫൻസ് മെക്കാനിസമാണ്. നമ്മുടെ ഒരു ബാക്ടീരിയ എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൈമറി ലെവൽസ് ഓഫ് ഡിഫൻസ് മെക്കാനിസമാണ്. ഇനി നമ്മുടെ ശരീരത്തിൽ സെക്കൻഡറി ലെവൽ ഡിഫൻസ് മെക്കാനിസം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, ഫാഗോസൈറ്റോസിസ് നടക്കുന്നുണ്ട്, ഇൻഫ്ലമേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു അലർജി പോലെയൊക്കെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ വീർക്കൽ ഇൻഫ്ലമേഷൻ നടക്കുന്നുണ്ട്, പിന്നെ ഫീവർ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ട് ആകുന്നുണ്ട്, പെട്ടെന്ന് മുറി ഉണങ്ങുന്നുണ്ട്. അതൊക്കെ എന്താണ് സെക്കൻഡറി ലെവൽ ഓഫ് ഡിഫൻസ് മെക്കാനിസമാണ്. ഇനി ന്യൂട്രോഫിൽ എന്ന് വെച്ചാൽ പലതരത്തിലുള്ള വൈറ്റ് ബ്ലഡ് സെൽസ് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെയാണ് ന്യൂട്രോഫിൽ. ന്യൂട്രോഫിൽ എന്തിനാണ് സഹായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയനെ എൻഗൾഫ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യാനാണ് ന്യൂട്രോഫിൽ സഹായിക്കുന്നത്. അതുപോലെ തന്നെ പാത്തോജൻസിസ് പാത്തോജന് എതിരായിട്ടുള്ള കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യാനും ന്യൂട്രോഫിൽസ് സഹായിക്കുന്നു. ഇനി മോണോസൈറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ബാക്ടീരിയനെയും അതുപോലെ ഡെഡ് സെൽസിനെയും എൻഗൾഫ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യാൻ, എല്ലാത്തിനും ഒരേ ഫംഗ്ഷനാണ്, എൻഗൾഫ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇമ്മ്യൂൺ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് മോണോസൈറ്റാണ്. ഇനി ഇസിനോഫിലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കെമിക്കൽ റിലീസ് ചെയ്തത് ന്യൂട്രലൈസ് ചെയ്യുന്നു. അലർജീസൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കെമിക്കൽസൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ന്യൂട്രലൈസ് ചെയ്യുന്നു. അതേപോലെ പാരസൈറ്റിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ഇനി ബേസോഫിലാണെങ്കിൽ ഹെപ്പാരൻ എന്ന് പറഞ്ഞിട്ടുള്ള അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബ്ലഡ് കോട്ടിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെപ്പാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹിസ്റ്റമിൻ എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ കോസ് ചെയ്യുന്നു വെച്ചാൽ ഒരു വീർക്കൽ കോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതൊക്കെയാണ് ഈ വൈറ്റ് ബ്ലഡ് സെൽ ആയിട്ടുള്ള ന്യൂറോഫില്, ബേസിനോഫില്, ഇസ്നോഫില്, അതുപോലെ മോണോസൈറ്റ്സിൻ്റെയൊക്കെ യൂസ്. ഇനി അടുത്തതാണ് ഫാഗോസൈറ്റോസിസ് നമ്മൾ കുറേ വട്ടം പറയുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഗൾഫിങ് ആൻഡ് ഡിസ്ട്രോയിങ് ജേംസ് ബൈ സർട്ടൺ വൈറ്റ് ബ്ലഡ് സെൽസ്. വൈറ്റ് ബ്ലഡ് സെൽസ് ആയിട്ടുള്ള ന്യൂട്രോഫിലും മോണോസൈറ്റും ഇസിനോഫിലും ബേസോഫിലൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ എൻഗൾഫ് ചെയ്ത് ആ ഒരു ഇതിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. വിത്ത് ഹെൽപ്പ് ഓഫ് റിസപ്റ്ററിൻ്റെ സഹായത്തിൽ സൈറ്റ് എന്ന് പറഞ്ഞാൽ പാത്തോജനെ എൻഗൾഫ് ചെയ്യുന്നു. എൻഗൾഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫാഗോസോം ഫോം ചെയ്യുന്നു. ഫാഗോസൈറ്റ് എന്ത് ചെയ്യുന്നു, പാത്തോജനെ എൻഗൾഫ് ചെയ്യുന്നു. എൻഗൾഫ് ചെയ്യുന്ന സമയത്ത് ഒരു ഫാഗോസോം ഫോം ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ലൈസോസോം ഫ്യൂസ് വിത്ത് നമ്മുടെ ശരീരത്തിലുള്ള ലൈസോസോം ഫാഗോസോമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നു, ഫാഗോലൈസോസോം ഫോം ചെയ്യുന്നു. ദ എൻസൈം ഇൻ ദ ലൈസോസോം, ആ അതിൻ്റെ ഉള്ളിൽ കാണുന്ന ലൈസോസോംസ് ആ പാത്തോജനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അപ്പോൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ സഹായത്താൽ ആ ഒരു നമ്മുടെ ശരീരത്തിൽ എൻ്റർ ചെയ്തിട്ടുള്ള പാത്തോജനെ എൻഗൾഫ് വിഴുങ്ങി അതിനെ ഇല്ലാണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. റിസപ്റ്ററിൻ്റെ സഹായത്താൽ ഫാഗോസൈറ്റ് എന്ത് ചെയ്യുന്നു, നമ്മളുടെ പാത്തോജനെ എൻഗൾഫ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ഫോം ചെയ്യും, ഫാഗോസോമായിട്ട് മാറുന്നു. ഈ ഫാഗോസോം വീണ്ടും ലൈസോസോമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു, ഫാഗോലൈസോസോമായിട്ട് മാറുന്നു. ഈ ഫാഗോലൈസോസോമിലുള്ള നമ്മുടെ ലൈസോസോമിലുള്ള എൻസൈംസസ് എന്ത് ചെയ്യുന്നു, പാത്തോജനെ കൊല്ലുന്നു. അതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. ഈ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ വൈറ്റ് ബ്ലഡ് സെല്ലിൻ്റെ സഹായത്തിൽ ബേസോഫിൽ എന്ത് ചെയ്യുന്നു, ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു ബാക്ടീരിയ എൻ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫീവർ സംഭവിക്കുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ നടക്കുന്നത്, ഒരു ഇൻഫ്ലമേഷൻ ദ സെൽ ആറ്റ് ദ ഇഞ്ചേർഡ് പാർട്ട് റിലീസ്. ആ ഇൻഫ്ലമേഷൻ വീർക്കണ സമയത്ത് എന്ത് ചെയ്യും, ഇഞ്ചേർഡ് ആയിട്ടുള്ള പാർട്ടിൽ ഹിസ്റ്റാമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിസ്റ്റാമിൻ റിലീസ് ആകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആൻഡ് അതർ കെമിക്കൽസ് ടു ബ്ലഡ് വെസൽസ് ഡൈല്യൂട്ട് ആകുന്നു. ആസ് എ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ്, ആ ഒരു ഏരിയയിലേക്ക് ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ ബ്ലഡ് സെൽസസ്
എന്ത് ചെയ്യുന്നു, ആ സ്ഥലത്തേക്ക്, ആ ഇഞ്ചേർഡ് ആയിട്ടുള്ള പാർട്ടിലേക്ക് എത്തുകയും ആ ബാക്ടീരിയനെ എൻഗൾഫ് ചെയ്ത് ഡിസ്റ്റർബ്, നമുക്കൊരു ഇറിറ്റേഷൻ, ഒരു ഇച്ചിങ്, ചൊറിച്ചിലൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു, വീർക്കുമ്പോൾ അവിടെ ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് റിലീസാവുന്ന സമയത്ത് ആ കെമിക്കൽ ബ്ലഡ് വെസൽസ് ആയിട്ട് ഡൈല്യൂട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നു, കുറേ ബ്ലഡ് ആ ഒരു ഇഞ്ചക്റ്റഡ് ആയിട്ടുള്ള ആ ഏരിയയിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ആ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ ബ്ലഡിൽ എന്തുണ്ടാവും, വൈറ്റ് ബ്ലഡ് സെൽസസ് ഉണ്ടായിരിക്കും. ഈ വൈറ്റ് ബ്ലഡ് സെൽസസ് എന്ത് ചെയ്യുന്നു, അവിടെ എൻ്റർ ആയിട്ടുള്ള പാത്തോജനെ എൻഗൾഫ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ അടുത്തതാണ് ഫീവർ. എന്ത് പാത്തോജൻ എൻ്റർ ചെയ്താലും ഫസ്റ്റ് വരുന്നത് ഫീവറാണ്. ഫീവർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വൺ കൈൻഡ് ഓഫ് ഡിഫൻസ് മെക്കാനിസം. നമ്മുടെ ശരീരം കാണിക്കുന്ന ഒരു ഡിഫൻസ്, പാത്തോജനെ കില്ല് ചെയ്യാനുള്ള ഡിഫൻസ് മെക്കാനിസമാണ് ഫീവർ. അപ്പോൾ ഫീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഒരു 98.6 ഡിഗ്രി എഫിനേക്കാളും ഫാരൻഹീറ്റിനേക്കാളും കൂടുകയാണെങ്കിൽ, അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു ഇൻഫെക്ഷൻ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇൻഫ്ലമേഷൻ ഒക്കെ ചെയ്യുന്നു. വൈറ്റ് ബ്ലഡ് സെൽസസ് ഫൈറോജൻ എന്ന് പറഞ്ഞിട്ടുള്ളത് റിലീസ് ചെയ്യുന്നു. അത് ബ്രെയിനിനെ ട്രിഗർ ചെയ്യുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, ടെമ്പറേച്ചർ കൂടുന്നത്, നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കൂടുന്നത്. ആ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഈ ഫാഗോസൈറ്റിന് പാത്തോജനെ ഡിസ്ട്രോയ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഇല്ലാണ്ടാക്കാനും ഇമ്മ്യൂണിറ്റി എൻഹാൻസ് ചെയ്യാനുമായിട്ട് സഹായിക്കുന്നു. ഈ ഫീവർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയ ഇൻഫ്ലമേഷൻ വഴിയോ എങ്ങനെയെങ്കിലൊക്കെ ഇൻഫെക്ഷൻ വഴിയോ നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയ എൻ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫൈറോജൻ എന്ന് പറഞ്ഞിട്ടുള്ളത് കെമിക്കൽ റിലീസാവുന്നു. ആ കെമിക്കൽ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിനെ ട്രിഗർ ചെയ്തിട്ട് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂട്ടുന്നു. ഈ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ എൻ്റർ ചെയ്തിട്ടുള്ള പാത്തോജനെ നമുക്ക് എൻഗൾഫ് ചെയ്ത് കൊല്ലാനും പറ്റുന്നു. അതുപോലെ തന്നെ നമ്മുടെ കയറിയിട്ടുള്ള പാത്തോജൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നിയന്ത്രിക്കാനും അതുപോലെ ഇമ്മ്യൂണിറ്റി എൻഹാൻസ് ചെയ്യാനും പറ്റുന്നു. അപ്പോൾ ഇതാണ് ഫീവർ നടക്കുമ്പോഴും ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് നടക്കുമ്പോഴും ഫാഗോസൈറ്റോസിസ് എന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.